ആ ബാറില് കൊണ്ടുപോയിട്ട് ഒരു ഫുള്ള് ഒന്നും കഴിച്ചിട്ട് സീറ്റ് ബെൽറ്റ്. അയ്യോ അതാണ് ഞാൻ ഈ വണ്ടി കയറാത്തത്. വേണ്ട ഇനിയിപ്പൊ കുഴപ്പമില്ല, അത് മതി. ഞാനിങ്ങനെ ഇടും. എന്നാണ്ട് വിശേഷം? എന്ത് വിശേഷം? അങ്ങനെ പോകണം. തമിഴ്നാട് തകർക്കോ? ശിവകാർത്തികയുടെ പടമാണ്. ശിവകാർത്തികനല്ലേ? അങ്ങനെ പോണു. അതിന്റെ മുത്തശ്ശീനും ഇനി ലീലാമ്മ അഭിനയിക്കാനായിട്ട് വേറെ ഇനി ഏതാ സൂപ്പർ സ്റ്റാർ ഉള്ളത്? ഇനിണ്ടടാ ആര്യ, സൂര്യ, അജിത്ത്. അജിത്തിനോട് ചെയ്തിട്ടില്ലല്ലേ? ഇല്ല. ആര്യ, സൂര്യ, അജിത്ത്. സൂര്യയുടെ കൂടെ ഒരെണ്ണം ഉടനെ വരാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അത് നാളെ ആരാണ്ടോ പറഞ്ഞോട്. പക്ഷെ സൂര്യയുടെ പടം ഇപ്പം ഇയാള് ചെയ്തതിൽ വരേണ്ടതാണ്. പക്ഷെ അത് പറ്റിയില്ല. ഞങ്ങൾ അന്നാത്തെ കഴിഞ്ഞിട്ടേ ശിവസാറ് കറുപ്പ് ഇപ്പൊ റിലീസ് ചെയ്യാൻ വേണ്ടി പോയി. ട്രെയിലർ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടുവല്ലോ, കണ്ടിങ്ങനെ. ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് ഇവിടെ ചാർജ് എടുത്തതിന് ശേഷം അനൂപിനെ പൊക്കാനുള്ള മെയിൻ കാരണം അത് കൊച്ചു മരിച്ചു കഴിഞ്ഞിട്ടും. നിങ്ങളുടെ വീട് എവിടെയാ സാറേ? കഴിഞ്ഞ ദിവസം പേപ്പറിലേക്ക് ഒരു സംഭവം ഉണ്ടായില്ലേ? പേപ്പറിൽ വന്ന കാച്ചി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ മരണകാര്യങ്ങൾ ചങ്ക് പൊടിച്ചു പോകും. ആ രീതിയിലാണ് ആ കൊച്ചിനെ അവരിട്ട് ചവിട്ടി കൂടണേ ഞാൻ കണ്ടു. അപ്പോൾ നമുക്ക് ഇതൊന്ന് അറിയാനിപ്പോൾ എന്താ മാർഗം? വല്ല അയൽവാസികളോ അല്ലെങ്കിൽ കൂട്ടുകാരോ അല്ലെങ്കിൽ നാട്ടുകാരോ അങ്ങനെ ആരെങ്കിലും ഒന്ന് വിശദമായിട്ട് അറിയേണ്ടുന്ന ചില സംഗതികളുണ്ട്. കഴിഞ്ഞ ദിവസം അനൂപ് ചവിട്ടിക്കൊന്നൊരു മരണം ഉണ്ടല്ലോ. അവരുടെ അച്ചാമ്മയില്ലേ, ആ ഒരു ലീലാവതി മരിച്ച കാച്ചിയുടെ പെങ്ങളെ തന്ന പരാതി അനുസരിച്ച് വന്നതാ. അതുകൊണ്ട് വള്ളി പുള്ളി തെറ്റാതെ അങ്ങ് പറഞ്ഞോളണം. സന്തോഷം, നിനക്ക് സമാധാനത്തോടെ ജീവിക്കണം. ഒന്ന് നിന്ന് അച്ചുവിനെ വേറെ ഏതെങ്കിലും ചുറ്റിക്കളി ഉണ്ടോ? ഇനി നിന്നെ നിഖിലിനെങ്ങാനും ഞാൻ കണ്ടു കഴിഞ്ഞാ വെട്ടിക്കണ്ട് ചിടത്തോളം ഞാൻ പറഞ്ഞേക്കാം. ഇതിവിടം കൊണ്ടൊന്നും തീരുന്നില്ലല്ലോ സുനിലെ. പോലീസുകാർ മുമ്പ് ചെല്ലുന്നോളാം. കേരളതായാലും ചെറിയവന് വലിയതോളം പറയുന്നടാ. പൂരി ഉണ്ട് ഇവിടെ. പൂരി കഴിക്കണോ? ഒന്നും വേണ്ട, സ്നാക്സ് മതി അല്ലേ? എന്ത് പറഞ്ഞോ ഞുഞ്ഞുമ്മ? ഞുമ്മനൊക്കെ സുഖം. മറ്റേ എന്താണ് അവരുടെ പേര്? ഒരു നദിയുണ്ടല്ലോ, അവളാവണതാണ് ഏറ്റവും. ആ ഒരു പത്തിരി കിട്ടും. അത് ചൂടില്ലടോ, ചൂടുണ്ടെങ്കിൽ അതാ നല്ലത്. ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചു. കേരള വിഷൻ ചാനലില് പ്രക്ഷേപണം ചെയ്യുന്നതിൻ്റെ ഒരു കുഴപ്പമില്ലല്ലേ? നല്ല കേട്ടോ, നല്ല കട. കാത്ത് കാത്ത് വെച്ചൊരു ചെമ്പനീർ പൂവും കൊണ്ട് വന്നും. ഡിക്കി സ്പേസ് കുറച്ച് കുറവാണ്. ഡിക്കി സ്പേസ് ഉള്ള എടുക്കേണ്ടിരുന്നു. ഡിസ്കി സ്പേസ് ഇച്ചിരി കുറവാണ്. പക്ഷെ വണ്ടി കുഴപ്പമില്ല കേട്ടോ. വണ്ടി കുഴപ്പമുണ്ടായിട്ടില്ല കാര്യമില്ലടാ. കാര്യം എന്താ പറയുക, നമ്മളെ ആർട്ടിസ്റ്റുകളല്ലേ, നമുക്ക് എപ്പോഴും ലഗേജ് വെക്കാം. അതിന് നമ്മുടെ സിയാസ് കിടക്കാം. പക്ഷെ ക്രെറ്റി കുഴപ്പമില്ല കേട്ടോ. അടിപൊളി വണ്ടിയോ, സൂപ്പർ വണ്ടിയോ. ക്രെറ്റിയും കുഴപ്പമില്ല. ലോങ് ഡ്രൈവിന് മറ്റേ പഴയ വണ്ടി അപ്പം ടോട്ടൽ ലോസ് ആയി പോയല്ലേ? പിന്നെ അത് ടോട്ടൽ ലോസ് ആയി പോയില്ലേ? മറിഞ്ഞ് ഇടിച്ച് തകർന്നു. 3.5 അന്നേരം ലീലാമ്മ ഉണ്ടായിരുന്നു. അല്ലെ ലീലാമ്മ വണ്ടിക്കകത്തുണ്ടോ?
അങ്ങനെയല്ല ടോട്ടൽ ലോസ് ആയത്. മഴ പെയ്തിട്ട് വെള്ളത്തില് വണ്ടി ഇടിച്ച് തകർന്നപ്പോ ഞാനും ഷിബും ഫ്രണ്ടിലല്ലേ. ഷിബു എന്റെ കയ്യും പിടിച്ച് എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഒരു കൈ സൈരങ്ങുമ്പോൾ ഒരു കൈ എന്റെ കയ്യിലും. ഞാനും ഷിബു ഇരിക്കുമ്പോ ഫ്രണ്ടിലേ ഇരിക്കുള്ളൂ. ഇപ്പൊ ഈ വിഷ്ണു അതിന്റെ ശേഷമാണ് എന്നെ ഫ്രണ്ടിലിരുത്താത്തത്. കാര്യം എന്താ വെച്ചാ ഞാൻ ഇരിക്കൂല, ഈ ബെൽറ്റ് ഇടാൻ ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ പിന്നെ അങ്ങനെയൊക്കെ ഇപ്പൊ ക്യാമറ അല്ലേ, അപ്പൊ പിന്നെ നമുക്ക് കയ്യാട്ടിട്ട് നിർത്താൻ. വണ്ടി ആക്സിഡന്റ് ലോസ് ആയത് വെള്ളത്തില്. ഞാൻ ചെന്നൈയിലായി, അവളുടെ മകൻ ഒറ്റപ്പാലത്ത്, അമ്മയും രാജലക്ഷ്മി മാത്രം വീട്ടില്. നമുക്ക് ഒന്നും വേണ്ട, റോഡിന്റെ അപ്പുറം വെള്ളമൊന്നുമില്ല. മനസ്സിലായി. അത് വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷെ നമുക്ക് നിവൃത്തിയില്ല. ഈ മാസ്റ്ററിനകത്ത് അഭിനയിക്കുമ്പോ വിജയ് സേതുപതിയും വിജയും വിജയ് സേതുപതിയായിട്ട് എനിക്ക് വർക്കില്ല, കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. ഇല്ല. അപ്പം വേറെ പക്ഷെ ഏതോ ഒരു സീനിലുണ്ടല്ലോ വിജയായിട്ടോ. വിജയായിട്ട് ഞാൻ 2 എണ്ണത്തിലുണ്ട്. ആദ്യത്തെ പടം വിജയായിട്ടുള്ള വിജയായിട്ട് ഒറ്റപ്പടം തന്നെ ചെയ്തുള്ളൂ. മാസ്റ്റേഴ്സ് മാത്രമേ എല്ലാം അവരായിട്ട് ഓരോ പടങ്ങളെ ചെയ്തുള്ളൂ. രജനീകാന്തായിട്ട് മാത്രം 2 പടം. ഇല്ല, 2 പടം. മുത്തുല്ല, ഞാൻ ചീത്ത അറിയണം. ആദ്യം മുത്തൂല അഭിനയിച്ച്, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അണ്ണാത്തല്ലേ. ഇനി ആകപ്പാടെ ശിവകാർത്തികേന്റെ മുത്തശ്ശിയായിട്ട്. അതേതാ പറയാ ഇപ്പം ശിവകാർത്തികനൊക്കെ വൻ പരിപാടിയായി. ഇവിടെ ആങ്കറിംഗ് ഒക്കെ നല്ല കഷ്ടപ്പെട്ട് വരുവായിരുന്നു. നല്ല മനുഷ്യനാണ്, നല്ല മനുഷ്യൻ. അതിന്റെ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോഴും നല്ല അടിപൊളിയാണ്. ഞാൻ ഒരു ദിവസം ചെന്നൈയിലുണ്ടായിരുന്നു. അതായത് അവന്റെ പറയല്ലോ, ഉമ്മാരുടെ കഥയൊക്കെ പറഞ്ഞ പണിയാ. അല്ല, കഥയൊന്നും പറയില്ല, ആക്ഷൻ മാത്രം, അത് മാത്രം. ആദ്യം തന്നെ സൂപ്പർ സ്റ്റാറിന്റെ കൂട്ടത്തിലല്ലേ, രജനീകാന്തിന്റെ കൂട്ടത്തിലല്ലേ. അല്ല, ഇതൊക്കെ ഒരു കാര്യമുണ്ട് കേട്ടോ ലീല, ഇതൊക്കെ ഒരു ഭാഗ്യം കൂടിയാ അല്ലേ. അതേടാ, എന്റെ അമ്മയുടെ ഒരൊറ്റ അനുഗ്രഹം, ഭഗവാന്റെ. പിന്നെ ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ അച്ഛനോട് പറഞ്ഞേ, അച്ഛൻ ഇത്രയും നാടകത്തിലൊക്കെ ആയിട്ടും ഈ ലീലാമ്മക്ക് കിട്ടിയ ഭാഗ്യത്തിലേക്ക് അച്ഛൻ എത്തിയിട്ടില്ല. ഇതിന് സെലക്ട് ചെയ്യണ്ടേ, യൂണിവേഴ്സ് ഇങ്ങനെ സെലക്ട് ചെയ്യും ഓരോരുത്തരെ. പിന്നെ ഇപ്പൊ എത്ര ഏതൊക്കെ സൂപ്പർ, ഇപ്പൊ ആകെപ്പാടെ 2 or 3 സൂപ്പർ സ്റ്റാറുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ സൂപ്പർ സ്റ്റാറിന്റെ കൂട്ടത്തിലുണ്ട്. മലയാളത്തിൽ എല്ലാവരുടെ കൂടെ, മലയാളത്തിൽ മമ്മൂട്ടി, മോഹൻലാൽ, ജയസൂര്യ, ദിലീപ് അല്ലേ. 2 കൂട്ടം പേരേ ഉള്ളൂ. മമ്മൂട്ടിയുടെ ദുൽഖറിന്റെ കൂടെ ഒന്ന് ചെയ്യണം. ദുൽഖറിന്റെ കൂട്ടത്തിൽ, ദുൽഖറിന്റെ കൂട്ടത്തിലാണ് ഇപ്പൊ. നിവിൻ പോളിയുടെ കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലേ. എല്ലാരും കൂടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു സിനിമ കണ്ടപ്പോ അതിനകത്തുണ്ടല്ലോ. അത് ഏത് പടം ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ മറ്റേ ഐശ്വര്യയുടെ പടം കണ്ടപ്പോഴത്തേക്കിന് അതിനകത്ത് പ്രേതപ്പടം, ഇപ്പൊ ഒരു പ്രേതപ്പടം ഇറങ്ങില്ലേ, മമ്മി എന്ന് പറഞ്ഞിട്ട്. മമ്മി അതിനകത്തുണ്ട്. മമ്മി പിന്നെ അവളെ കല്യാണം കഴിച്ചിട്ട് വരുമ്പോഴത്തേക്കിന് എന്തോ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നത്. മമ്മി മനസ്സിലായി. അത് നമ്മുടെ മറ്റേ ഒരു ഡയറക്ടർ ഇല്ലേ, അയാളെ പെങ്ങളായിട്ട് എന്താ ജോണി ആന്റണി. മുന്നിൽ കല്യാണം കഴിച്ചു അവന്റെ പെങ്ങളായിട്ട്. അപ്പൊ ഞാനാ പടം കണ്ടപ്പോ ലീലാമ അതിനകത്തുണ്ട്. മനസ്സിലായോ? അല്ല, ഈ ജാഫ്രിക്ക് ഇതുപോലെയൊക്കെ തന്നെയാ. ജാഫ്രിക്ക് പടം കാഴ്ചയൊക്കെ കുറവാണ്. ഫസ്റ്റ് പടം ചെയ്ത് എന്താണെന്നറിയോ? ലീലാമായിട്ടല്ലായിരുന്നു മകനായിട്ട് മറ്റേ കോമഡി പരിപാടിക്കകത്തല്ലേ. അല്ലല്ലല്ല, ജാഫർക്കാർ സൗണ്ട് ഞാനെടുക്കും. അതെ, ജാഫർ, അതായത് തിലകൻ ചേട്ടൻ, ഞങ്ങൾ പഴയ ആർട്ടിസ്റ്റ്, അതിന്റെ പേര് ഞാൻ മറന്നു, എനിക്ക് എപ്പോഴും ഓർമ്മ ഉണ്ട്. അതിൽ ഉമ്മച്ചി, ഞങ്ങള് മുസ്ലിം ആയിരുന്നു. ഉമ്മച്ചി അവപ്പോഴും ഉമ്മച്ചി ഞാൻ വിളിക്കുക. പിന്നെ അവരൊക്കെ ഞാൻ ജാഫർക്കാരുടെ കൂട്ടത്തിൽ കുറെ നാളുണ്ടായിരുന്നു. അപ്പൊ ജാഫ്രിക്കാണ് എനിക്ക് സുരാജ് വെഞ്ഞാറമൂടിനെയൊക്കെ പരിചയപ്പെടുത്തുന്നത്. ഞങ്ങളൊരു കഥയൊക്കെ പോയി സംസാരിച്ച് നല്ല അല്ല. ഇത് ഞാൻ ഈ ജാഫ്രിക്കയുടെ കൂട്ടത്തില് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതിനെ. അങ്ങനെയാണ് ഞാൻ ജാഫ്രിക്കയുടെ സൗണ്ടൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. നിങ്ങള് ഒരുമിച്ചല്ലേ മറ്റേ ആദ്യത്തെ എന്തോ സീരിയൽ ഉണ്ടായിരുന്നേ അല്ലേ? സീരിയൽ മാത്രല്ല, ഈ കുട്ടപ്പായി പോലെ തന്നെയല്ലേ അതിന്റെ എന്തോ ഒരു പേര്. അതെ, ആ സീരിയലിൽ ഞാനാണ് അവന് വേഷം മേടിച്ചു കൊടുത്തത്. അവനതില് വേറെ, അപ്പൊ തെസ്നിഖാനും ഇവരൊക്കെ കലാഭവനിലുള്ളതാ. അപ്പൊ ഇതിനകത്ത് ഒരു കോസ്റ്റ്യൂമർ ആയിട്ട് ഇവൻ വന്നു. ബാക്കിൽ ചന്തീമിൽ കുറെ തുണിയൊക്കെ വെച്ച് കെട്ടിയിട്ട് വന്നു ഇവൻ. അത് കഴിഞ്ഞ് അതിനകത്ത് വേറൊരു ക്യാരക്ടർ, ഞങ്ങൾ 8 സുന്ദരികളും ഞാനും, ക്യാരക്ടർ ഞാനാണ്. അവൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, തോമസ് തോപ്പിൽക്കുഴി. അവനോട് ഞാൻ പറഞ്ഞിട്ടാണ് ഇവൻ ആ വേഷം കൊടുത്തത്. അത് ശരി.
അതാണ് അവസ്ഥ. പക്ഷെ ഞാൻ പറയാറില്ല. അല്ല ഇപ്പൊ അങ്ങനെ തന്നെയാണ് ഇപ്പൊ എന്റെ അച്ഛനും ഇപ്പൊ ലീലാമ്മയാണ് ചെയ്തു കൊടുത്തത്. മേടിച്ചു കൊടുത്തത് അതിലാണ് അവൻ രക്ഷപ്പെട്ടത്. അതുപോലെ ബിജുക്കുട്ടൻ അതിൽ വന്നിട്ട് അപ്പൊ ഈശ്വര ദൈവമേന ഒരു ഡയലോഗ് ഉണ്ട് ഇവര് മീന ചേച്ചിയുടെ പേരെ കുട്ടിയായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഈശ്വര ദൈവമേന് കറക്റ്റ് പറയരുത്, ഈശ്വര ദൈവമേന്ന് പറയും. അപ്പൊ നിന്നെ കാണുമ്പോ ആൾക്കാർ ഈ ഡയലോഗ് പറയും, അപ്പൊ നീ രക്ഷപ്പെട്ടു എന്ന്. അങ്ങനെ ഒരു ദിവസം ഞാനത് പറഞ്ഞു. അപ്പൊ എന്നിട്ട് ഈശ്വര ദേവമേനെ കിട്ടുന്നുള്ളൂ. ഞാൻ പറഞ്ഞ ടോൺ കിട്ടിയില്ല. ആൾക്കാർ ഇവനെ കാണുമ്പോ പറയല് തുടങ്ങി ഈശ്വര ദേവമേന്ന്. ബ്രാൻഡഡ് ഞാനാണ് അതിന്റെ ആള്, സത്യം. പക്ഷെ നമുക്ക് അതുകൊണ്ടൊക്കെ ആയിരിക്കും കുട്ടിയെ ഇന്ന് ഞാൻ ഇതുകൊണ്ട് മാത്രം ജീവിച്ചു പോണു. എവിടെ ചെന്നാലും 10 പേര് അറിയാവുന്ന ഒരു സ്ഥിതിയിൽ ഞാൻ എത്തിയത്. ഇത് കഴിവ് മാത്രം പോരല്ലേ, കുറച്ച് നമുക്ക് അതെന്തുകൊണ്ടാ വെച്ചാൽ നമ്മൾ നല്ല പ്രവൃത്തികളല്ലാണ്ട് ചീത്ത പ്രവൃത്തികൾ ചെയ്തിട്ടില്ല. ഇന്നാണെങ്കിൽ ഞാൻ ആരെ കണ്ടാലും ആര് ഫോട്ടോ എടുക്കാൻ വന്നാലും ഞാൻ ഓക്കെ അല്ല അത് തന്നെ വളരെ വലിയ കാര്യമല്ലേ. സംസാരിക്കണോ, വരൂ സംസാരിച്ചോളൂ, അപ്പൊ തന്നെ അവര് വിളിക്കുന്ന ദൈവവിളി നമുക്കാണ് ഏൽക്കുന്നത്. അതെ നമ്മളെന്ന് പറയുന്നത് ഇവർക്ക് ഇഷ്ടപ്പെട്ടാലല്ലേ നമ്മൾ. ഞാൻ അതിലൊക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നന്ദു. അങ്ങനെ നമ്മുടെ സ്വഭാവമാണ് നമ്മൾ വളർത്തുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഉണ്ടല്ലോ, നമ്മൾ ഒരാളോട് പെരുമാറുമ്പോ ആ പെരുമാറ്റ രീതിയാണ് അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഇഷ്ടപ്പെടുമ്പോഴല്ലേ തോന്നുള്ളൂ ഇവരെന്തെങ്കിലും നമുക്കൊരെണ്ണം കൊടുക്കാം. എന്നെപ്പോ മിക്കവാറും ഈ ആൾക്കാർ വിളിക്കുന്നത് വേഷങ്ങളാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യുന്നുണ്ട്. അല്ല മറ്റേ തമിഴ് ഡയറക്ടർ ബാലാ സാറല്ലേ മറ്റേ മോതിര ഒരുത്തുന്നത്. ബാലാ സാറാണ് മോതിരം ഉണ്ടാക്കി തന്നു, മേടിച്ചു. നാലര ഗ്രാമകാരന്റെ കൈമിൽ ഇപ്പോഴും. അതുപോലെ SJ സൂര്യല്ലേ, 10,000. നീ സ്ഥലം അറിയാണ്ട് ഇറക്കുകയാണോ? 10,000 രൂപ അങ്ങനത്തെ നോട്ട് പൊന്നു മോനെ ഞാൻ അന്നാ കണ്ടത്. വദന്തി എന്നൊരു സീരിയസ് പോയി, അതിലെ SJ സൂര്യായിരുന്നു. ഫസ്റ്റില് കണ്ടപ്പോ ഓക്കെ പറഞ്ഞു. അഭിനയം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അഭിനയിച്ചപ്പോഴാണ് മരുത് പാട്ടി ഞാനാന്ന് മനസ്സിലായത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി എന്റെ കാലോട്ട് കളിയിലേക്കിലാണ്. സത്യടാ, അങ്ങനെ അങ്ങോട്ട് മരുതുപാട്ട് ഭയങ്കര ഇതാ കാര്യം. അവിടെ നമ്മളിപ്പോ തമിഴ്നാട്ടിൽ ചെന്നാല് നമ്മൾ ആരോട് ചോദിച്ചാലും മരുത് പാട്ടി എന്ന് പറഞ്ഞാൽ അറിയാം. ഇല്ല മരുത് പാട്ടി അങ്ങനെയാണ് അവിടുത്തെ ഒരു പേര്. ഇല്ല മരുത് പാട്ടി ഭയങ്കര ഹിറ്റ് ആയത്. ഒരു പ്രൊഡക്ഷനിലൊക്കെ എന്റെ പേര് കൊടുത്തേക്കുന്നത് മരുത് പാട്ടി എന്നാണ്. പിന്നെ അല്ല വിശാലിന്റെ കൂട്ടത്തിലല്ലേ അത്, വിശാലിന്റെ കൂട്ടത്തില്. ഇത് തന്നെ അറിയില്ലേ, ഞാനിങ്ങനെ വന്നതെന്ന് വെച്ചാലേ അവിടെ വണ്ടി ഇടുന്നിടത്തുനിന്ന് നടക്കണം. അപ്പൊ ഇങ്ങനെ പോയ കറക്റ്റ് ആ സ്ഥലത്ത് ഞാനത് അവിടെ വരെ ചെന്നിട്ട് ഇറങ്ങി ഇവിടെ ലെഫ്റ്റ് ഇറങ്ങിയാൽ. അപ്പൊ അത് പറഞ്ഞാല് ആണ് അറിയാതെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരുപാട് ആൾക്കാര് കഴിവുള്ളവര് കയറി പോരട്ടെ മോനെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ മലയാള സിനിമയില് ഇപ്പൊ ഇത്രയും വർഷക്കാലമായില്ലേ, ഇത്രയും വർഷക്കാലമായിട്ട് നിലനിൽക്കുന്നതും ഇത്രയും സൂപ്പർ സ്റ്റാറുകളുടെ കൂട്ടത്തിൽ അഭിനയിച്ചതുമായിട്ടുള്ളത് ഇനിയിപ്പോ ലീലാമ്മക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടോ മറ്റേന്? ഇനിയിപ്പോ അത് മാത്രമേ ഉള്ളൂ ഒരു പരിപാടി. ഞാൻ അതിനൊരു കഥ നോക്കുന്നുണ്ട്. അല്ല സ്റ്റേറ്റ് അവാർഡ് എനിക്ക് കസ്തൂരിമാനിൽ കിട്ടുന്ന എല്ലാരും പറഞ്ഞു. അല്ല ഞാനേ അങ്ങനത്തെ വല്ല കഥ എവിടുന്നേലും വരുവാണെങ്കിൽ നമുക്ക് എടുത്തോ നമുക്ക് ചെയ്യാം. ഇനിയിപ്പോ അതും കൂടെ അല്ലേ ഉള്ളൂ. ഒരു സ്റ്റേറ്റ് അവാർഡും ഒരു നാഷണൽ അവാർഡും കിട്ടിയ അടിപൊളി. നാടകത്തിൽ കിട്ടിയിട്ടുണ്ട്. അല്ല ലീലാമ ഇപ്പൊ ഞാൻ ഡയറക്ട് ചെയ്യുന്ന പടത്തിന് ലീലാമക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ അത് എനിക്കും പോകല്ലേ. ഞാൻ അച്ഛനോട് അത് പറഞ്ഞു. പിന്നെ ഇപ്പൊ നമുക്ക് ഇത്ര ആക്സസ് അല്ലേ, ഒരു നടനോ നടീനോ ആക്സസ് കിട്ടുക എന്ന് പറയുന്നതാണ് ഭയങ്കര വലിയ കാര്യം. നിങ്ങൾക്ക് അത് പണി പകുതി കുറഞ്ഞു, പിന്നെ നിങ്ങളുടെ മനസ്സിന് സന്തോഷം സമാധാനം. ഞാനപ്പോ അതിനുള്ള ഒരു പ്രൊഡ്യൂസറൊക്കെ സെറ്റ് ചെയ്ത് ഞാനിങ്ങനെ കറക്കി കൊണ്ടുവരുന്നുണ്ട്. അച്ഛൻ്റെ ഒരു നല്ല കഥ ഇരിപ്പുണ്ട്, പക്ഷെ അത് കുറച്ചും കൂടെ ഒക്കെ ഡെവലപ്പ് ചെയ്യും. വൈറ്റാട്ടിയുടെ അത് ഒറിജിനൽ കഥയാണ്. അതെ മെയിനായിട്ട്. അല്ല ഞാനിപ്പോ എന്നാ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എന്റെ വേറൊരു കഥയുണ്ട്. ഈ പ്രായമായി കഴിഞ്ഞാൽ മരണത്തെ പേടിയില്ലാത്ത ഒരു അമ്മച്ചിയുടെ കഥ. അതായത് അത്രയും നാളെ അവര് പേടിച്ച് ചെറുപ്പകാലത്ത് ഇപ്പൊ പ്രണയിക്കാൻ പേടിയായിരുന്നു വീട്ടുകാരടുക്കല്. അത് കഴിഞ്ഞ് അറേഞ്ച്ഡ് മാരേജ് ആയി. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആവുന്നത് ഒരു 60-65 ഇനി എന്നാ മരിക്കാനുള്ള നല്ല കോമഡി പരിപാടിയാ. ഞാനത് പിന്നെ പറഞ്ഞുതരാം. ഇവിടെ സംഭവം ഇറങ്ങിക്കോ, ഇതെവിടെ അങ്ങനെ ഇറങ്ങിക്കോ. ഇങ്ങനെയല്ല
ഞാൻ ഇപ്പൊ വണ്ടി ഒതുക്കിട്ട് വരാം. 1.25 വെച്ച് വലിച്ചു വരുമ്പോഴേക്കും ആ വണ്ടി അവിടെ കൊണ്ടുവരണം. ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം. ആ ഓക്കെ. എന്റെ മകന്റെ കുട്ടി ഡ്രൈവ് ചെയ്തു, മകന്റെ വണ്ടിയിൽ കയറി, ഒരുപാട് സന്തോഷം. അതൊക്കെ ഉള്ളടാ നാളെ. അത്രേ ഉള്ളൂ, ഇതൊക്കെ ഇതിപ്പോഴാ കാണുന്നത്. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. അപ്പൊ ലീലാമ്മയുടെ വിശേഷങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഫെസ്റ്റിവലിന് പറ്റുന്ന ലീലാമ്മയ്ക്ക് ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടാൻ പറ്റുന്ന പരുവത്തിൽ ഒരു ഗ്രാൻഡ് കഥ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ ഡയറക്റ്റ് ചെയ്തു. ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരും. നല്ല സ്റ്റോറി ആയിരിക്കണം, ഫെസ്റ്റിവലിന് കൊടുക്കാൻ പറ്റുന്നതായിരിക്കണം, എന്തെങ്കിലും സാമൂഹിക പ്രതിബദ്ധത ഉള്ളതായിരിക്കണം, നല്ല കഥാപാത്രമായിരിക്കണം, പെർഫോമൻസ് ചെയ്യാൻ പറ്റണം. മനസ്സിലായോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയോ ഒരു പടം ചെയ്തേക്കൊള്ളാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പാതിരാമഴയിൽ ഒരു തൂവൽ മിന്നും പോലെ തൂവലേറും കഥകളിൽ തൂവല